ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ, ഇതുപോലത്തെ ചറ്റത്തരങ്ങൾ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഈ കുട്ടി പറയുന്നത് ഈ അടുത്തിരിക്കുന്ന ആൾ കുട്ടിയോട് മോശമായിട്ട് പെരുമാറി, കുട്ടിയെ ബാഡായിട്ട് ടച്ച് ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന സാമാന്യ ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അയാളോട് ഒന്നും ചെയ്തിട്ടില്ല. നോർമലി നമ്മളൊരു ബസ്സിൽ ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് അയാൾ ഇരിക്കുന്നതെന്നും വെറുതെ ചീപ്പ് റീച്ചിന് വേണ്ടിയിട്ട് ഈ കൊച്ച് വെറുതെ അടിച്ചു വിടുന്നതാണെന്നും. ആക്ച്വലി ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ബസ്സിൽ ആരെങ്കിലും വന്നിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി പ്രായമുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ക്യാമറ ഓൺ ആക്കുന്നു, എന്നെ അത് ചെയ്തു ഇത് ചെയ്യുന്നൊക്കെ പറയുന്നു, വീഡിയോ ഇടുന്നു, റീച്ച് കിട്ടുന്നു, കമൻറ്റ് ചെയ്യുന്നു, ആൾക്കാർ റീഷെയർ ചെയ്യുന്നു, ഇൻഫ്ലുവൻസർ ആവുന്നു. തനിക്കുണ്ടായ ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു മൈൻഡിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് അവർക്കുണ്ടായത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അവർ ആ റീച്ചിലൂടെ ചെയ്തതല്ല. അവർക്കുണ്ടായ ദുരനുഭവം വേറൊരാൾക്ക് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അവർ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും അടുത്ത് വന്നിരുന്നു ഓക്കെ പറ്റിയ ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ വീഡിയോ എടുത്തിട്ട് അത് ഇതുപോലെ കണ്ടൻറ്റാക്കി വൈറലാക്കി റീച്ച് ഉണ്ടാക്കുന്നു. ഈ കൊച്ചിൻ്റെ ഐഡിയയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആ ഒരു നല്ലൊരു ഉദ്ദേശത്തിൽ ചെയ്തതാണെങ്കിൽ ഒറ്റ വീഡിയോ ചെയ്തു, അതവിടെ ഇൻഫോം ചെയ്തു, അതവിടെ വിട്ടേനെ. പക്ഷേ ഈ സെയിം വീഡിയോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ തമിഴും കന്നഡയൊക്കെ അറിയാത്തതുകൊണ്ടായിരിക്കും ഇനി ചിലപ്പോൾ ആ ലാംഗ്വേജിൽ എടുത്തിടുമായിരിക്കും. വെറും ചീപ്പ് റീച്ചിന് വേണ്ടിയിട്ട് വേറൊരു മനുഷ്യൻ്റെ ജീവിതമാണ് നശിപ്പിക്കുന്നത്. അയാളിത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടാവും, അയാളുടെ ഫാമിലി, അയാളുടെ ഫ്രണ്ട്സ്, അയാൾ അറിയുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും പിന്നെ ട്രീറ്റ് ചെയ്യുക? വെറുതെ ചീപ്പ് റീച്ചിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ, ഇതുപോലത്തെ ചറ്റത്തരങ്ങൾ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്.